Good morning, everybody. Say good morning. Good morning. നന്നായി. എന്താണ് പിന്നെ വിശേഷം? ഇന്നലെ ഞാൻ പോയിട്ട് വീണ്ടും ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് സൺഡേ, ഒരു പണിയുമില്ല. വി ആർ ഓഫ്. വി ബോത്ത് ആർ ഓഫ് ടുഡേ. എന്ത് ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾ സാധാരണ ജിമ്മിൽ പോകുന്നിടത്ത് സ്വിമ്മിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിൻ്ററിലൊക്കെ ഭയങ്കര തിരക്കാണ്. അതൊരു ഫാമിലി റിക്രിയേഷൻ സെൻറ്റർ പോലെയാണ്. അപ്പോൾ കുഞ്ഞു പിള്ളേരും അമ്മമാരും 3-4 മക്കളൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ സ്വിമ്മ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അതിനകത്ത് നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അത് നടന്നില്ല. ബട്ട് ഇന്ന് യാദൃശ്ചികമായി നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടില്ലേ? കിട്ടണമായിരിക്കും. ഓക്കെ, അപ്പം കിട്ടി. അപ്പോൾ കിട്ടി. അപ്പം നമ്മൾ ഇന്ന് സ്വിമ്മിങ്ങിൽ പോവാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ ഈ സമ്മർ അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞ ജിമ്മിനകത്തെ വീഡിയോ അലൗഡ് അല്ല. ഞാനിങ്ങനെ ഹൈഡൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഓരോരോ വീഡിയോസ് എടുക്കുന്നത്. എനിവേ, എന്തായാലും സത്യം പറഞ്ഞാൽ ഈ സമ്മർ ടൈമിൽ എല്ലാവരും പുറത്തൊക്കെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്കും പുറത്തൊക്കെ പോയി സ്വിം ചെയ്യുന്നതാ. ബട്ട് ഇപ്പോഴാണ് നമ്മൾക്ക് ടൈം റെഡിയായ ഇൻഡോർ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട്. എൻ്റെ അടുത്താണെങ്കിൽ സ്വിമ്മിങ് സ്യൂട്ട് ഒന്നുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ വിൻ്ററിൽ ഞാൻ കുറച്ച് തടിച്ചല്ലോ, അപ്പോൾ അതൊന്നും ഫിറ്റ് ആവുന്നില്ല. സോ എന്തായാലും നമ്മൾ വാൾമാർട്ടിലേക്ക് പോവുകയാണ്. വി ആർ ഓൺ ദ വേ. ബട്ട് വാൾമാർട്ടിലേക്ക് പോകുന്നതിൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ലേ? നൈസ്. അപ്പോൾ വാൾമാർട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് പർച്ചേസും കാര്യം ചെയ്യാം. ഇതിപ്പോൾ പതിവാട്ടോ. വാൾമാർട്ട് നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടിപ്പോയി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങുന്ന സ്ഥലമാണ് വാൾമാർട്ട്. ഇപ്പോൾ രാഹുൽ ഈസ് ഹിയർ. നിങ്ങൾ എൻ്റെ ഒറ്റയ്ക്കുള്ള വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടല്ലേ സംസാരിക്കുന്നത്. ബട്ട് വെൻ ഐ ആം അറൗണ്ട് ഹിം ഐ ഹാവ് എ ഡിഫറെൻറ്റ് എനർജി. എല്ലാം തക്കു കാരണമാണ്. തക്കു എനിക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അയ്യോ, എനിക്ക് പോസിറ്റിവിറ്റി ഇല്ല. ഓക്കെ അങ്ങനല്ല. തക്കു എന്നെ എപ്പോഴും ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ എനർജി എന്ന് തോന്നുന്നു. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീ സ്വന്തമായിട്ട് നിന്നെ റോസ്റ്റ് ചെയ്യും. അപ്പൊ നിനക്ക് ഈ എനർജി വരുമല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ്. രാവിലെ എഴുന്നേറ്റും നമ്മൾ ഇന്നത്തെ ബാക്കിയുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ചെറിയ ഷവർമ കഴിച്ചു. ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഷവർമ റോൾ തന്നെ ഹാഫ് ആയിട്ട് എടുത്ത് കഴിച്ച്. കാരണം ജിമ്മിലും സ്വിമ്മിങ്ങിനും ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഹെവി ആയിട്ട് കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു. ഇന്ന് എന്താണ് തക്കു മീൽ പ്ലാൻ? സൺഡേസ് ഞാൻ പറയാറ് വീക്കെൻഡ്സ് രാഹുലിൻ്റെ ആണ് ചോയ്സ് ഓഫ് മീൽ കുക്കിംഗ്. ഓക്കെ, ബട്ട് എല്ലാ തവണയും എൻ്റെ കുക്കിംഗ് അങ്ങനെയല്ല, ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യാറുണ്ട്. സോ വിച്ച് ഇസ് നൈസ്. ഇന്നെന്താ തക്കു കഴിക്കണമെന്ന് വിചാരിക്കുന്നത്, ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്? ബിരിയാണി. തക്കു, വാട്ട്സ് യുവർ കംഫർട്ട് ഫുഡ്? എന്നാലും പറ, ഇഫ് യു ക്യാൻ ഈറ്റ് ദിസ് ഫുഡ് ഫോർ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും? അങ്ങനെയില്ലേ? ഒരേ ഫുഡ് 2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മടുക്കും. പിന്നെ ബിരിയാണി, പല ടൈപ്പ് ബിരിയാണി എല്ലാ ദിവസവും മാറി ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഓക്കെ. ശരി, കംഫർട്ട് ഫുഡ് ഒക്കെ ഉണ്ടോ? അതായത് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഇത് കഴിച്ചാൽ മതി എന്ന് തോന്നുന്ന? പനി വരുമ്പോൾ ചിക്കൻ കറി, എരിവുള്ള ചിക്കൻ കറി കഴിച്ചാൽ കൊള്ളാൻ തോന്നാറുണ്ട്. ശരി, അമ്മ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? പറയില്ല, എനിക്കറിയാം. തക്ക പറ. എന്താണ് നീ പറ? ചിക്കൻ ഫ്രൈ. പിന്നെ അങ്ങനെ ഇന്ന ഒന്നൊന്നുമില്ല. സാമ്പാർ ഇഷ്ടമാണ്, ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ്, ചിക്കൻ തോരൻ ഇഷ്ടമാണ്. ചിക്കൻ തോരൻ ഞാനൊന്ന് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ തോരൻ ഇഷ്ടമാണ്. പിന്നെ വേറെ എന്താ ഇഷ്ടം? പിന്നെ ചിക്കൻ പെരട്ട് ഇഷ്ടമാണ്. അമ്മയുടെ കടല പായസം ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. പായസത്തിൽ കടല പായസം ഇഷ്ടമാണ്. പിന്നെ പൈനാപ്പിൾ കിച്ചടി ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കി തരുന്നില്ല ഏതാ ഇഷ്ടം? നീ ഉണ്ടാക്കി തരുന്നതിൽ മന്തി ഇഷ്ടമാണ്.
പിന്നെ കഴിഞ്ഞ ദിവസം മറ്റേ സദ്യ ഉണ്ടാക്കിയ പൈനാപ്പിൾ കിച്ചടിയില് നൈസായിരുന്നു. പായസം അടിപൊളിയല്ലായിരുന്നോ? ഓ എനിക്ക് വീണ്ടും വീണ്ടും പായസം കുടിക്കാൻ തോന്നുന്നു. ഇതുവരെ ഉണ്ടാക്കിയ പായസത്തില് ഭേദം അതായിരുന്നു എന്ന് പറഞ്ഞ അതാ അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എന്തോ കൊള്ളാം, നീ കഴിഞ്ഞ ദിവസം ഈ ഷവർമയ്ക്ക് ഉണ്ടാക്കിയ ചിക്കന്റെ മിക്സ് കൊള്ളായിരുന്നു. അതെന്റെ മിക്സ് അല്ലേ, നീ ഉടായിപ്പ് കള്ളത്തരം പഠിച്ചെടുത്തല്ലേ? അല്ല, ഞാൻ ഇങ്ങനെ റെസിപ്പിയൊക്കെ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യുവാണെങ്കിലും ചുമ്മാ അങ്ങനെ റാൻഡംലി നോക്കിയിട്ട് ഞാൻ എൻ്റെ രീതിയിൽ തന്നെ എപ്പോഴും ചെയ്യുന്നു. അല്ലാതെ അളവ് പോലെ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇതും റാൻഡംലി എല്ലാം കുത്തിച്ചതച്ച് ഞാൻ കിട്ടും. ഉള്ളിയും ഇത് കാന്താരി മുളകൊക്കെ എന്റെ രീതിയില്ലേ ഓടുവാ എനിക്കാണെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം നാളായി കേട്ടോ. ബട്ട് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. ബട്ട് സ്കേറ്റിംഗ് ബോർഡൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഹലോ ഗായ്സ് എഗെയിൻ. ഞങ്ങൾ രണ്ടുപേരും വാൾമാർട്ടിൽ പോയിട്ട് സ്വിം സ്യൂട്ടൊക്കെ വാങ്ങിച്ചു. ഞാനൊരു സ്പോർട്സ് വെയറും കൂടെ വാങ്ങിച്ചിടണമെന്നാണ്, ഒന്നുകൂടെ ഇങ്ങനെ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുകയായിരുന്നു. അതൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് ഗ്രോസറിയും ചെയ്തിരുന്നു. ഇന്ന് ബിരിയാണി വെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് ഗ്രോസറി ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. ആൻഡ് നമ്മൾ അവിടെ നിന്ന് നേരെ ജിമ്മിലോട്ട് പോയി. പിന്നെ സ്വിം ചെയ്തു. ഏകദേശം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? 1.25 മണിക്കൂർ നീന്തി. എനിക്ക് നീന്താൻ അറിയില്ല. ഞാനിങ്ങനെ കുറെ വെള്ളം കുടിച്ചും വെള്ളം തുപ്പിയും അവിടെ കിടന്നിട്ട് ഇങ്ങനെ അലിക്കരുത്. സത്യമായിട്ട് എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് പഠിക്കണമെന്നുണ്ട്. നീന്താൻ അറിയില്ല, അപ്പോൾ നീന്താൻ പഠിക്കണം ആക്ച്വലി. എന്താ അവിടെ ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേരെയും വലിയ പിള്ളേരെയും. ഇതൊരു ആക്ടിവിറ്റിയാണ് ഇവിടെ പൊതുവെ ഇങ്ങനെ കോൾഡ് കൺട്രിയിൽ, പ്രത്യേകിച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കുമ്പോഴേ അച്ഛനമ്മമാരും മക്കളെ ഒക്കെ കൂട്ടിയിട്ട് ഇതുപോലുള്ള സെൻറ്റേഴ്സിൽ വന്ന് അവരിങ്ങനെ സ്വിം ചെയ്യും. സോ ഇറ്റ്സ് വെരി കോമൺ. അപ്പോൾ നമ്മുടെ അതേ ഒരു പല സെക്ഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേർക്ക് വേറൊരു പൂള്. അതിന് ടെമ്പറേച്ചറൊക്കെ വ്യത്യാസം ഉണ്ടാവുമോ? വാട്ടർ ടെമ്പറേച്ചറൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ നീന്തിയത് സെയിം പൂളിലാണെങ്കിൽ കുറേ സെക്ഷനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ലൈൻ വരെയൊക്കെ പകുതിയോളം പോയുള്ളൂ. കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങനെ നീന്താൻ അറിയാത്തതുകൊണ്ട് തക്കവണേ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീന്തി. കുറേ ഇന്ത്യൻസ് അല്ലേ അവരുണ്ടായിരുന്നേ, കുറേ ഇന്ത്യൻ പിള്ളേരും ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ നീന്തി ഞാനവിടെ വെള്ളത്തിൽ കിടന്നു എന്ന് വേണമെങ്കിലും പറയാം. അത് കഴിഞ്ഞ് വന്ന് പുറത്തോട്ട് ഇറങ്ങിയതും ക്ലോറിൻ വാട്ടറിൽ ശരീരമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വെള്ള പൊടി പോലെ മുഖത്തും കൈയും കാലിലും ഒക്കെ ആയി. അപ്പോൾ വീണ്ടും ഞാൻ പോയൊന്ന് കുളിച്ചിട്ടിപ്പോൾ അങ്ങനെ വന്നിരിക്കുവാണ്. ഇവിടെ ചക്കു ബിരിയാണി ഉണ്ടാക്കുവാണ്. ഞാൻ സൈഡിൽ പായസം ഉണ്ടാക്കുന്നത് വിചാരിച്ചു. അതിനിടയിൽ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറും മാമ്പഴപ്പുളിശ്ശേരിയും ക്യാരറ്റ് തോരനും കുറച്ച് മീൻ വറുത്തതും ഇന്നലത്തെ ലാസ്റ്റ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ബിരിയാണി ഇവിടെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ റെസിപ്പി പുറത്ത് വിടുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇവിടെ ഒണിയൻസ് ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ഇടും. തക്കുവിൻ്റെ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടാറുണ്ട്. ഇതെൻ്റെ പായസത്തിനുള്ള സാധനങ്ങൾ. പിന്നെ ചിക്കൻ ഇങ്ങനെയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ചിക്കൻ ഫ്രൈ ചെയ്ത് എയർ ഫ്രൈ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ചിക്കനിൽ എന്തൊക്കെയാണ് മിക്സ് ഇട്ടിരിക്കുന്നത് പറയോ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മാഗി ക്യൂബ്സ്, ചെറിയ ഉള്ളിയാണ് ഇടാനുള്ളത്. പക്ഷേ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ഡൈസായിട്ട് അരിഞ്ഞിട്ട്,
വറ്റൽമുളക്, പച്ചമുളക്, കാന്താരി മുളക്, മല്ലിയില, ബട്ടർ, നാരങ്ങ നീര്, ചിക്കൻ മസാല. രാഹുൽ ഭയങ്കര ടൈം എടുത്താ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിതാണ്. എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ ഇത്രയും ടൈം കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്കും എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ അത്രയും അറിയില്ല. എനിക്കങ്ങനെ ചിലപ്പോൾ വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കുമായിരിക്കും. ബട്ട് ഞാൻ എല്ലാം ചിടപടേ എന്നാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ചിക്കൻ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. നല്ല കാന്താരിയുടെ ഒരു നല്ല സുഖമുണ്ട്. എനിക്കാണെങ്കിൽ ഇന്നലെ ഞാൻ അധികം ഒരു ഡീപ്പ് സ്ലീപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. അപ്പോൾ ഒരു ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഉറങ്ങും എന്നുള്ള കണ്ടീഷനാണ്. എന്തായാലും പക്ഷേ ഇപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. എന്തായാലും ഞാൻ ഈ ബിരിയാണിയുടെ ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പതുക്കെ ഒരു കശുവണ്ടികൾ കഴിച്ചു. ഒന്നുമില്ല. ഇറ്റ്സ് വെരി സ്ട്രിക്റ്റ്. എത്ര ഗ്ലാസ് അരി ഇടുന്നേ? 3 കപ്പ് അരിസി, ഗ്രാമ്പൂ, പട്ട, എന്താ വേറെ ഇട്ടിരിക്കുന്നേ, അടുത്തൊരു ബാച്ച് ചിക്കനും കൂടെ റെഡി ആയിട്ടുണ്ട്. Perfect, okay. ചോറ് ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തത് ബാക്കിയുണ്ട് ഇവിടെ. ചിക്കനും കുറച്ച് ക്യാപ്സിക്കവും, ചിക്കൻ അല്ല, ഉള്ളിയും ക്യാപ്സിക്കവും കൂടെ വഴറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനും ചോറും ഒക്കെ ഗാർണിഷ് ചെയ്തിട്ട് ദം വെച്ചിട്ടുണ്ടേ. ഏകദേശം ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് കഴിക്കാൻ റെഡിയാവും. ഓക്കെ. The love of your life just made some biryani for you on Sunday and he served you biryani. ഇത്ര ഇത് ആർക്കാ വിളമ്പി വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ ഇടയിൽ ഗ്യാപ്പിലെടുത്ത് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എത്രത്തോളം ഒന്നും കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്യാം അല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും മെനക്കെട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കിയതാണ്. അമ്മേ, ഗ്രേവി അപാരം, എരിവുണ്ട്, കാന്താരിയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് അപ്പോൾ? നിന്റെ എക്സ്പെക്റ്റേഷൻ ഒത്ത് വന്നോ?
പൈനാപ്പിൾ കുറച്ചുകൂടെ പഴുത്ത പൈനാപ്പിൾ വേണോ? എനിക്ക് പായസമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. കുറച്ചുകൂടെ പായസം തരട്ടെ? മതിയോ? ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര ഹെവി ആയിരുന്നു. ബിരിയാണിയും പായസവും. എൻ്റെ അമ്മേ, വയറ് ഫുള്ളായി. പിന്നെ കുറച്ച് നേരം ഇരുന്ന് നമ്മളെ സിനിമയൊക്കെ കണ്ടു. അതിന് ശേഷം ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ എത്ര സമയം എന്നറിയോ? നിങ്ങൾക്ക് ഈ വെളിച്ചം കണ്ടിട്ട് എന്താ തോന്നുന്നേ? സമയം ആക്ച്വലി 8 മണി കഴിഞ്ഞേ. സോ ഇറ്റ്സ് നൈസ് വെതർ. അടിപൊളി കാലാവസ്ഥയാണ്. തണുപ്പൊന്നുമില്ല, ഒരു ലൈറ്റ് തണുപ്പുണ്ട്. 15 degrees ആണ്. രാത്രി ആകുമ്പോൾ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ദിസ്. ഈ 16 ഡിഗ്രിയൊക്കെ സഹിക്കാവുന്നതല്ല, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇതിന് കൂടുതലും കുറവും പോയി കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. സോ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നടക്കാൻ പോയി വിചാരിച്ചു. ഐ ലവ് ദിസ് പ്ലേസ്. ഇവിടെ മഞ്ഞായിക്കോട്ടെ, പേമാരി ആയിക്കോട്ടെ, ഫ്രീസിങ് റെയിൻ വന്നു, കറണ്ട് പോയി. മഞ്ഞൊക്കെ ഞങ്ങൾക്ക് ആദ്യത്തെ മഞ്ഞൊക്കെ ലഭിച്ചപ്പം ഏകദേശം 250 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു ഒരു 3 ദിവസം കൊണ്ട് മഞ്ഞൊക്കെ പെയ്തത്. പിന്നീട് അതൊക്കെ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതൊരു ശീലമായി. പിന്നെ ഞാൻ വെതർ ആപ്പൊന്നും നോക്കാതെ എല്ലാ ദിവസവും മഞ്ഞുണ്ട്, പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ. ബട്ട് അതൊന്നും എനിക്ക് ഈ സ്ഥലത്തിനോടുള്ള ഇഷ്ടത്തെ ബാധിക്കുന്നേ ഇല്ല. ഐ ലവ് ദിസ് പ്ലേസ്, ഐ ലവ് ദിസ് ടൗൺ. ആരൊക്കെ ആയാലും ഇപ്പം നമ്മൾക്ക് തോന്നില്ലേ, ഇപ്പം നമ്മളും നമ്മളുടെ പാർട്ട്ണറും നമുക്കിഷ്ടമുള്ള ആളും ഇതുപോലൊരു ചെറിയ ടൗണിൽ വന്ന് താമസിച്ച് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും നമ്മളുടെ കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതും കുറേ ഒരുമിച്ചുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ആ ഒരു ഫേസിലാണ്. ഇപ്പോൾ കാണുന്ന ഒരു ലൈഫാണെങ്കിലും ഒരു 5-6 വർഷം മുമ്പ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്താന്ന് പറയും. യെസ്, അന്ന് മുതലേ ഇവിടെ കാനഡയിലേക്ക് വരാനുള്ളൊരു മൈൻഡൊക്കെ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, വരാം എന്നൊക്കെ. ബട്ട് അപ്പം ഒന്നും നടന്നില്ല. ബട്ട് കോവിഡിന് ശേഷമാണ് ഇത് കാര്യങ്ങൾ നാട്ടിൽ നിന്നാലും അൺഎംപ്ലോയ്മെൻറ്റും ഒക്കെ എന്നെയും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള യങ്സ്റ്റേഴ്സിനെയൊക്കെ ബാധിക്കുന്നതും കോവിഡിന് ശേഷം കൂട്ടപ്പാലായനം പോലെയൊക്കെ നടന്നതും അല്ലേ. സോ അങ്ങനെ വന്നതാണ് ഞാനും. ഇവിടെ ഇത്ര നേരം നടന്നിട്ട് ഒരു മനുഷ്യൻ ഒരു റോഡിൽ ഒരാൾ പോലും ഇല്ല. ഇവിടെ ആരും അങ്ങനെ നടക്കുന്നൊന്നുമല്ല കേട്ടോ, നടക്കുന്ന സ്ഥലമൊന്നുമല്ല. ബട്ട് കുഴപ്പമില്ല. ഈ വെയിൽ കണ്ടാൽ പറയുമോ ഇപ്പോൾ 8 മണി കഴിഞ്ഞെന്ന്? വല്ല വിചിത്രമായൊരു നാടും കാര്യങ്ങളല്ലേ. വിൻ്റർ ആണെങ്കിൽ 8 മണിക്കൊക്കെ ആവും സൂര്യ വെളിച്ചം വരാൻ. 3 മണിയാകുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കും. നമുക്ക് സൺലൈറ്റ് ഇനിയിപ്പോൾ സൂര്യൻ ഉദയവും അസ്തമയം 8 മണി 3 മണിയൊക്കെ ആണെങ്കിൽ പോലും സൂര്യനെ കാണാത്ത കുറേ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു. സൂര്യൻ കാണില്ല, പുറത്ത് കാണില്ല. അത്രയും വെയിലും അത്രയും മൂടിയ കാലാവസ്ഥയാണ്. ബട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ, ഈ ഒരു കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ, ഈ കാലാവസ്ഥ എങ്ങനെ എൻജോയ് ചെയ്യാതിരിക്കും? നാട്ടിലാണെങ്കിൽ വി ടേക്ക് സൺ ഫോർ ഗ്രാൻഡഡ്. നമ്മൾ സൂര്യ വെളിച്ചവും ഒന്നും വലിയ കാര്യമാക്കില്ല. ബട്ട് ഇവിടെ മാസങ്ങളോളം 6-7 മാസത്തോളം തണുപ്പും ഭയങ്കരമായ കാലാവസ്ഥയിൽ നമ്മൾ എപ്പോഴാ വെളിച്ചം കാണുന്നേ. വെളിച്ചം കാണുന്ന ദിവസം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എല്ലാവരും അതിനെക്കുറിച്ച് പറയും. എല്ലാ സ്ഥലത്തും ഇറ്റ്സ് നൈസ് വെതർ. നമ്മൾ നടന്നു പോകുന്ന ആൾക്കാർ വരെ നമ്മളെ അടുത്ത് ഇറ്റ്സ് നൈസ് വെതർ, എൻജോയ് ദ വെതർ എന്നൊക്കെ പറയും. സോ അതാണ് ഈ കൺട്രിയുടെ മറ്റൊരു പ്രത്യേകത. എൻ്റെ മുഖത്തോട്ട് വെളിച്ചടിഞ്ഞ് നോക്കി, ഇറ്റ്സ് ഗോൾഡൻ അവർ. So beautiful, so beautiful.
എൻ്റെ അമ്മേ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ഇത്രയും കാലം വീട്ടിനകത്ത് തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുക, അത് തന്നെയായിരുന്നു. വേറെ എനിക്കൊരു ഓപ്ഷനൊന്നും ഇല്ല. ഇങ്ങനെയൊന്നും പുറത്തോട്ട് ഇങ്ങനെയൊന്നും അല്ല ഈ സ്ഥലം. ഇപ്പോൾ കാണുമ്പോൾ എനിക്കതിനെ വ്യത്യാസം തോന്നുന്നു. കാരണം ഇത്രയും പൊക്കത്തിനൊക്കെ മഞ്ഞ് കിടക്കുമല്ലേ, മരങ്ങൾ കാണില്ല, മരങ്ങളുടെ മുകളിലെ മഞ്ഞ്. ഈ പച്ചിലകളൊക്കെ ഇപ്പം ഇങ്ങനെ, പുല്ലുകളൊക്കെ ഇങ്ങനെ മുളച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇലകളൊക്കെ ഇങ്ങനെ മുളച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഇവിടെയൊക്കെ പുല്ല് വരും. ഈ മരം ഇപ്പം കരിഞ്ഞു നിൽക്കുന്ന മരത്തൊക്കെ അടിപൊളി ഫ്രഷ് ആവും. അവിടെ കുറേ മരങ്ങൾ ഒടിഞ്ഞു നിൽക്കുന്നത് കണ്ടോ. ഇത് ആ ഫ്രീസിങ് റെയിൻ സമയത്ത് ഇവിടെ കാണുന്ന മരങ്ങളൊക്കെ, മരങ്ങളുടെ മുകളിൽ ഇങ്ങനെ മഞ്ഞായി നിൽക്കുന്ന കാരണം എല്ലാ മരങ്ങളും ഇങ്ങനെ ഒടിഞ്ഞു വീണിരിക്കുക. ഇപ്പം എൻ്റെ പുറകിലൊരു കാറ് വരുന്നുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ. ആ ലൈനിൽ നിന്നല്ല, ആ ലൈനിൽ നിന്ന് മാറി കണ്ടോ, അപ്പുറത്തെ ലൈനിലൂടെയാണ് കടന്നു പോകുന്നത്. കണ്ടില്ലേ? പീപ്പിൾ ആർ സോ നൈസ്. അതാ ഞാൻ പറഞ്ഞ, കനേഡിയൻസ് ആർ സോ കൈൻഡ് ആൻഡ് എന്താ പറയുക, അവർക്ക് ഒരുപാട് സിവിക് സെൻസ് ഉണ്ട്. അവരൊരുപാട് മാനേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ആർ സോ വാം ആൻഡ് വെൽക്കമിങ്. അങ്ങനെയൊക്കെയാണ്. സൂര്യൻ ഇങ്ങനെ പതുക്കെ പതുക്കെ താന്നു തുടങ്ങി. നാളെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നാളെ രാവിലെ 4 മണി അടുപ്പിച്ച് എണീക്കേണ്ട വരും. എനിക്ക് രാഹുലിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. പിന്നെ എനിക്ക് രാവിലെ നാളെ 7 മണിക്കാണ് ജോലിയുള്ളത്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോങ് ഡേ. അപ്പം ഇന്ന് നേരത്തെ പോയി കിടക്കണം. ഇപ്പം തന്നെ ഓൾറെഡി 8 മണിയായില്ലേ. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴത്തേക്കും ഒരു സമയമാവും. സോ whatever, I'm gonna wind up this video guys. ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കുഞ്ഞു 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 കുറേ വ്ളോഗുകളായിട്ട് ഇനിയും വരാം. യു നോ റൈറ്റ്, എവറി ട്യൂസ്ഡേ ആൻഡ് സൺഡേ. എനിക്കും ഈ തിരക്ക് പിടിച്ച എൻ്റെ ഈ ജീവിതത്തിൽ എല്ലാ ആഴ്ചയിൽ 2 വീഡിയോ ഒക്കെ എടുക്കുന്നത് കുറച്ച് കഷ്ടമാണ്. സ്റ്റിൽ ഐ എം ട്രൈയിങ് ടു യുനോ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു റുട്ടീനിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹോപ്പ് യു വിൽ ബി സപ്പോർട്ടിങ് മീ ത്രൂ ഔട്ട് ദിസ് ജേർണി. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.